കഴിഞ്ഞ പ്രീമിയർ ലീഗിന്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായി. സോ നമുക്കിന്ന് പ്രീമിയർ ലീഗ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്താലോ? വാ, ബെസ്റ്റ് അണ്ടർ 21 പ്ലെയർ ഐ തിങ്ക് ചെൽസിയുടെ എസ്തേവോ വില്യൻ ആയിരിക്കും. മാത്രമല്ല ഈ സീസണിൽ യങ്സ്റ്റേഴ്സിന്റെ പ്രാധാന്യം വളരെ കൂടുതലാവാനാണ് സാധ്യത. മാക്സ് ഡോമൻ, റിയോ അങ്കുമോ, ഏതൻ നൗനേരി അങ്ങനെ തുടങ്ങിയ ഒത്തിരിയേറെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ഐ തിങ്ക് ഈ സീസണിൽ ചെൽസിക്ക് വേണ്ടിയിട്ട് ആൾക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. ബ്രസീലിന് നെക്സ്റ്റ് നെയ്മർ കിട്ടിയെന്ന് വരെ എല്ലാവരും പറയുന്നുണ്ട്. ഇനി ടോപ്പ് അസിസ്റ്റ് ഇറ്റ് വിൽ ബി സല. ലിവർപൂളിന് ഇനി ഗോൾ അടിക്കാൻ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ആണ്. എക്കിട്ടൊക്കെ ഉണ്ട്, ഫ്രിറ്റ്സ് ഉണ്ട്, ഇനി ഇസാക്കോടി വരാനുണ്ട്, ഗ്യാക്പോ ഉണ്ട്, അങ്ങനെ ഒരു നിര തന്നെ അവർക്ക് ഗോൾ അടിക്കാനുണ്ട്. സോ സലയുടെ നമ്പർ ഓഫ് ഗോൾസ് കുറയാനാണ് ചാൻസ്. മാത്രമല്ല അസിസ്റ്റ് കൂടാനും ചാൻസ് ഉണ്ട്. ഗോൾഡൻ ബൂട്ട് വിന്നർ ഹാളൻഡ് ആകാനാണ് സാധ്യത. കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് നഷ്ടപ്പെട്ടതിന്റെ വാശിയിലായിരിക്കും പുള്ളി വരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് കളി കാണാനുണ്ടായി. മാത്രമല്ല ചെർക്കിയെ പോലെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ഒക്കെ മിഡിൽ നിന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സോ ഹാളൻഡ് ആയിരിക്കും ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ടോപ്പ് 3 ഒന്ന് നോക്കിയാലോ. അതിലെ തേർഡ് പൊസിഷൻ ആഴ്സണൽ. എല്ലാവരും പറയുന്നുണ്ടാവും ഗ്യോക്രസിന്റെ വരവോടുകൂടി ആഴ്സണൽ ഇത്തവണ കപ്പടിക്കുന്നൊക്കെ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഗ്യോക്രസ് ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. ബട്ട് കുറച്ച് സമയമെടുക്കും ഒന്ന് ട്രാക്കിലാവാൻ ആ ടീമും ആളും. ഇനി സെക്കൻഡ് പൊസിഷൻ ഇറ്റ് വിൽ ബി സിറ്റി. കമന്റ് ഇടാൻ പറ്റേ, കാരണം കൂടി പറയാം. വലിയ പോയിന്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്യാനാണ് ചാൻസ്. കാരണം അവരുടെ ടീമിന് ഇപ്പോഴും ഇഞ്ചറി വിട്ട് മാറിയിട്ടില്ല. ഏകദേശം മിഡ് സീസൺ ആവും അവരുടെ ഇഞ്ചറി പ്രോബ്ലംസ് ഒക്കെ മാറുമ്പോഴത്തേക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് അവരുടെ മിഡ് സീസൺ വരെയുള്ള പെർഫോമൻസിനെ ബാധിക്കും. കാര്യം പെപ്പ് ഇതുവരെ 2 സീസൺ അടുപ്പിച്ച് കപ്പില്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വലിയ പോയിന്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും സെക്കൻഡ് തന്നെ ഫിനിഷ് ചെയ്യാനാണ് ചാൻസ് എന്ന്. ഓക്കെ, ഇനി ഫസ്റ്റ് പൊസിഷൻ വൺസ് അഗെയിൻ ലിവർപൂൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലിവർപൂളിന്റെ നടന്ന സൈനികകളും ഇനി നടക്കാൻ പോകുന്ന സൈനികളൊക്കെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. അത് മാത്രമോ റിയങ്കുമോ പോലുള്ള യങ്സ്റ്റേഴ്സും ഡിഫൻസിലെ അവരുടെ ബാക്കപ്പും ഒക്കെ അവരുടെ പ്രാവശ്യം വളരെ വലിയ തോതിൽ സഹായിക്കും. ത്രൂ ദിസ് അർണയ്ക്ക് പ്രീമിയർ ലീഗിൽ പുതിയൊരു ഹിസ്റ്ററി കൂടി കുറിക്കാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റിൽ അറിയിക്കുക. എനിവേ ഇത് ഓൺലി പ്രഡിക്ഷൻസ് ആണ്, ഇത് ഫുട്ബോൾ ആണ്, എന്തും സംഭവിക്കാം. നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ കമന്റിൽ അറിയിക്കുക.